എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾക്കത് മെറിറ്റില്ലെന്നാണ്. അതാണ് എഫേസ്യസ് 2:8. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല. അവിടെ നിങ്ങളുടെ നേട്ടം 0 മെറിറ്റാണ്. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ദാനമാണ്. 0 മെറിറ്റിൽ വരിക പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം, പിന്നെ ഓപ്ഷൻ അതാണ്. അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് 34:10 പറയണത്. പുറപ്പാട് 34:10 ഒന്ന് വായിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവത്തിന്റെ വാക്ക് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം, അല്ലേ? അതാണ് എഫേസ്യസ് 2:8. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 12:9, 2 എഫേസ്യർ 2:8 കൂടി ലിങ്ക് ചെയ്ത് വായിക്കും. മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. അത് മീൻസ് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഒന്ന് പറഞ്ഞ, വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ്, അഥവാ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദാനം ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ശക്തി പ്രവർത്തിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ എഫേസ്യസ് 2:8 വീണ്ടും നമ്മൾ ബേസിക് വേർഡ് ഓഫ് ഗോഡ് ഉള്ളത്. എന്താണ്? വിശ്വാസം വഴി. പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി വഴിയാണെന്നാണ് പുറപ്പാട് 34:10 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഈ വിശ്വാസം വഴി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വേഡ്. വിശ്വാസം വഴി. ഈ വിശ്വാസം ആണ് നമ്മൾ വിശ്വാസം വഴി കൃപയാലാണ്. കൃപ നമുക്ക് ലഭിക്കണത് എങ്ങനെയാണ്? ഫസ്റ്റ് വിശ്വാസം വഴിയാണ്. വിശ്വാസമാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി ആയാലും ശരി, അതിൻ്റെ ബേസിക് വിശ്വാസം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഈ കള്ളം മൂത്ത് വിനായി ആകണ പോലെ വിശ്വാസം മൂത്ത് വിശ്വസ്തത ഉണ്ടാകും. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ വരുന്നുണ്ട്. അതല്ല, ഈ വിശ്വാസം വഴി പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നമ്മളെ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിശ്വാസം ഒരു
ആണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ കൈമാറ്റം. വിശ്വാസം എപ്പോഴും വരണത്, ആക്ടിവേറ്റ് ആകുന്നത് കൈമാറ്റത്തിലൂടെയാണ്. വിശ്വാസം നമുക്ക് മൂന്ന് തരത്തിൽ വിശ്വാസം കൈമാറാൻ പറ്റും. ഒന്ന്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം. വിശ്വാസ പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? എഫേസ്യർ 2:8 ഉടമ്പടിയുടെ ആസ്തിവചനങ്ങൾ. എന്താണത്? അത് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രകടനപരത പഠിക്കണം. നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി, അല്ലാതെ വൈകാരികമായിട്ട് വരുന്ന വിഷയമല്ല. വിശ്വാസത്തിന് ഒരു പ്രകടനപരതയുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്കുണ്ട് 3 തരത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും. വിശ്വാസം പ്രഘോഷിക്കുക, നമുക്ക് അധരം കൊണ്ട് പ്രഘോഷിക്കുക, അല്ലേ? അത് റോമ 10:9 വിശ്വാസ പ്രഘോഷണം. എന്താണ്? പ്രഖ്യാപനം, അങ്ങനെ പറയാം. എന്താ റോമ 10:9? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ വിശ്വാസം പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ പറ്റും. വിശ്വാസം പ്രഖ്യാപിച്ചാൽ എന്താണ് വിശ്വാസം? യേശു കർത്താവാണെന്നുള്ളതാണ് വിശ്വാസം. അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കും. അതിനാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, ഞാൻ എന്താണ് ചെയ്യണത്. കണാ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കണാകുണാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പട്ടിക പറയണവർ പറഞ്ഞിട്ട് കഥയില്ല. അതൊരു ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താ വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത എന്താണ്? യേശു കർത്താവാണ്, അതാണ് വിഷയം. അതോടുകൂടി വിശ്വാസം എല്ലാം തീരും. കാര്യം രോഗമല്ല കർത്താവ്, കടമല്ല കർത്താവ്, ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ ഭരിക്കേണ്ട കാര്യമില്ല. എന്നെ ഭരിക്കാൻ ഒരാളുണ്ട്, അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൈയടിച്ച് കർത്താവ് കാരുണ്യത്തിന്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു മാത്രമാണ്. എൻ്റെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ മേൽ കർത്തൃസ്ഥാനമുള്ള ആളാണ്. അതാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. അതിന് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം. അല്ല വെറുതെ എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ഒരു മൗത്താണ്, ഒരു മെഗാഫോണാണിത്. ഈ മെഗാഫോണിൻ്റെ വർക്ക്, ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് പറയണം? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു എന്നാണ്. അവിടെ പീഡാസഹനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഉയർത്തുന്നതിന് മാത്രമാണ് പ്രാധാന്യം. അനുദിന ജീവിത അനുഭവങ്ങളെ അതായത് അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുമാണ്. കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത, ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത്. കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ യേശുവിനെ കർത്താവ് ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ കാലം വരും.
അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കലാണ് ഈ കുരിശ് ചെയ്യണത്. ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും രോഗാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ്. കൈയിട്ടിച്ച് കർത്താവിന് ഹല്ലേലൂയ.